അപ്പോൾ കൊരിയർ വന്നു. ഒരു ഹലോ, ഇന്ന് സ്കൂൾ തുറക്കുന്ന ആ ദിവസത്തെ വ്ളോഗാട്ടോ. നമ്മുടെ ജൂൺ 1-ാം തീയതിയിലത്തെ എല്ലാ വീട്ടിലും അടുക്കളയിൽ രാവിലെ പൊരിഞ്ഞ തിരക്കിലായിരിക്കും. കാരണം എന്താ വെച്ചാൽ എന്നത്തെയും പോലെ അല്ലല്ലോ, 2 വർഷമായിട്ട് ഇപ്പോഴാണല്ലോ റീ ഓപ്പൺ ചെയ്തിട്ടുള്ള സ്കൂൾ. അപ്പോൾ അതിൻ്റെ തിക്കുന്നിരക്ക് അടുക്കളയിലത്തെ അംഗമൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലത്തെ നമ്മൾ കാണാൻ പോണത്. അപ്പോൾ നമുക്ക് രാവിലെ വന്നിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ആയിരുന്നു. കുറേ കാലമായി പൂരി വെച്ചിട്ട്. അപ്പോൾ പൂരി ഉരുളക്കിഴങ്ങുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും നല്ല തിരക്കിലാണ്. കാരണം ഞാനും കൂടെ പോകുന്നുണ്ട് നമ്മുടെ അമ്മുട്ടീനെ ചേർത്താൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ രാവിലെ ഭക്ഷണം കരുതാൻ വേണ്ടി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആക്കുകയും വേണം. അപ്പം അതിൻ്റെ തിക്കും തിരക്കാണ്. എല്ലാവർക്കും ഉണ്ടായിരുന്നുണ്ടാവില്ലേ. പിന്നെയെന്ന് പറഞ്ഞാൽ 2 കൊല്ലമായിട്ടല്ല അവർ സ്ഥിരമായിട്ട് പിന്നെ സ്കൂളിലേക്ക് പോകാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് തുറന്നെങ്കിലും ഇപ്പം തുറക്കുന്ന പോലത്തെ ആ ഒരു ഇതല്ല. ഗുഡ് മോർണിംഗ്. എല്ലാ വീട്ടുകളിലും ഇന്ന് രാവിലെ തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് വിടാനുള്ള ഒരുക്കത്തിലാണ്. ഇതേ ഇവിടെ ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ് അല്ലേ? മോളുടെ പേരെന്താ? ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ്. ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മുടെ അമ്മുട്ടിയുടെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടിയിട്ട് ചോറ് ഇങ്ങനെ ഇട്ടിട്ട് വെച്ചേക്കാണ് ഫാനിൻ്റെ ചുവട്ടിൽ. പിന്നെ ഞങ്ങളിത് റെഡിയായി, ഞാനും അമ്മുട്ടി പുതിയ ബാഗ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ. ഹലോ. അപ്പോൾ നമ്മളിത് നമ്മുടെ അമ്മുട്ടീനെ പുതിയ സ്കൂളിൽ കൊണ്ടുവന്നാക്കാൻ പോവാട്ടോ. യൂണിഫോം തയ്ച്ച് കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് കളറാണ്. എല്ലാവരും അത്യാവശ്യം കളർ തന്നെയാവും അല്ലേ, കളർ ഡ്രസ്സ് തന്നെയാവും. പിന്നെ ചിലപ്പോൾ തിരിച്ച് അമ്മുട്ടീനെയും കൊണ്ട് പോരും. ഇല്ലെങ്കിൽ അമ്മുട്ടീനെ അവിടെ ആക്കിയിട്ട് പിന്നെ ഉച്ച കഴിയുമ്പോൾ ഉച്ച വരെ ഉണ്ടാവും എന്ന് തോന്നുന്നു. ചോറൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടെങ്കിൽ ടീച്ചർ എന്തായാലും അവരെ ഗ്രൂപ്പുകളിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യും. അപ്പം അതനുസരിച്ച് പോയി കൊണ്ടുവരാമെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് നേരെ സ്കൂളിലേക്ക്. അപ്പം നമ്മള് നമ്മുടെ അമ്മുട്ടീനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കിയിട്ട് അവിടെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ 12 മണിയായി. 12 മണി 11:30 കഴിഞ്ഞു. അപ്പോ 1 മണി 1:30 വരെയൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വിടണേന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ അതെ, അപ്പൊ ഞങ്ങള് വിചാരിച്ചു എന്നാ പിന്നെ അവളെ അപ്പൊ പോയിട്ട് കൊണ്ടുവരാം. ഇവിടെ നമ്മളിങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. കുട്ടികളങ്ങനെ കുറച്ച് കുട്ടികളായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്യുമ്പോൾ തന്നെ അവര് സെറ്റ് ആവും. പിന്നെ പുതിയ സ്കൂളായതുകൊണ്ട് ഒരു ഒറ്റപ്പെടലുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരുമായിട്ടൊക്കെ വർത്താനൊക്കെ പറയിട്ടാന്നൊക്കെ പറഞ്ഞ് ടീച്ചറോടൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. നമ്മൾ വീട്ടിലെത്തിയിട്ട് എനിക്ക് കുറച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ടായിരുന്നു. കാരണം കാലത്ത് തന്നെ നമ്മൾ പോയ കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്ത് വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ചിക്കൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അമ്മേടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ വാങ്ങാം. അപ്പോൾ അതിന്റെ സബോള ഇങ്ങനെ അമ്മ അവിടെ ഉണ്ടല്ലോ, അപ്പൊ അരിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് അമ്മ അവിടെ വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോന്റെ പരിപാടി കഴിഞ്ഞപ്പോ കൊരിയർ വന്നു. ഒരു 3 എണ്ണം. ഞാൻ അമ്മുട്ടിക്ക് 2-3 ടോപ്പുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ടോപ്പും പാൻറ്റും ഒക്കെ. എന്താ വെച്ചാല് സ്കൂളിലേക്ക് ഒരാഴ്ചത്തോളം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 2-3 ദിവസം കളർ ഡ്രസ്സ് ആവുമല്ലോ. അപ്പൊ ഞാന് കുറച്ചാളായി. പിന്നെ അവൾക്കാണെങ്കിൽ പഴയ ഡ്രസ്സുകളൊക്കെ കുറച്ച് ടൈറ്റായി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ 2-3 ടോപ്പ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഓർഡർ ചെയ്ത്. അതാണോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഇന്ന് എന്തൊക്കെയാ വരിക, നമുക്ക് കൊരിയർ നോക്കാൻ പറ്റൂലോ. മെസ്സേജ് ഒന്നും നോക്കിയിട്ടില്ല. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. എന്തായാലും വന്നാലും നമുക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം കേട്ടോ. അൺബോക്സിങ് ആണ്, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പൊട്ടിച്ചിട്ടില്ല. ഓക്കെ, ഇതൊരു ടോപ്പാട്ടോ. അതെ, ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. എന്താ കൈമ കുറച്ച് ബെൽ ബോട്ടം സ്ലീവ് ആട്ടോ. അതെ, ഇങ്ങനത്തെ എന്താ നെക്കിന്റെ പോർഷനിൽ കുറച്ച് വില കുറവുള്ള ടോപ്പുകളാട്ടോ. ഞാനിപ്പോ അത്രയ്ക്ക് അങ്ങോട്ട് റേറ്റിന്റെ ഒന്നല്ല, കുറച്ച് പിന്നെ എന്ന് പറഞ്ഞാല് കുറച്ച് ലൂസായിട്ട് കിടക്കുകയും വേണം. അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ടോപ്പ് കൈ കുറച്ച് ഭംഗിയുണ്ട് കാണാൻ, ഡ്രസ് ഉണ്ട്. അങ്ങനെ ഇതൊരെണ്ണം. അടുത്തത് നോക്കാം.
ഞാൻ ഇന്ന് വരില്ലാന്ന് വിചാരിച്ചേ. എന്താ വെച്ചാല് അങ്ങനെ ഇന്നലെ നോക്കിയപ്പോ അങ്ങനെ കണ്ടിരുന്നില്ലേ. ഇത് അടുത്ത ടോപ്പ് കേട്ടോ. ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ടോപ്പല്ല, ഇത് പാൻറ്റാ. ഇവിടെ നമുക്ക് ഇതാ ഇങ്ങനത്തെ ഇലാസ്റ്റിക് ആയിട്ട് അരയുടെ അവിടെ ഇതാ പാൻറ്. ഇതൊരു വൈൻ കളറാട്ടോ പാൻറ്. ഇങ്ങനെ പോളിസ്റ്റർ മിക്സിങ് ഉള്ളതല്ലേ, തളർന്ന് എടുക്കണ ടൈപ്പ്. അങ്ങനത്തെ അങ്ങനെ വടി പോലെ നിൽക്കില്ല. അപ്പൊ അവൾ കുറച്ച് തടിയുള്ള കാരണം അങ്ങനെ വല്ലാണ്ട് ശരീരത്തോട് ഒട്ടി നിൽക്കണ ഞാൻ എടുക്കാറില്ല. ഇങ്ങനെ പടപടാന്ന് കിടക്കും. നമ്മളന്ന് ടൂറ് പോയില്ലേ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ കൊണ്ട്, ആ സമയത്ത് അവൾക്ക് ഇതിന്റെ ഒരു ഗ്രീൻ എടുത്തിരുന്നു. അത് സൂപ്പർബായിരുന്നു കേട്ടോ. അവൾക്ക് നല്ല കംഫർട്ടബിൾ ആണ് ഇങ്ങനെ ഇടാനും. അതേപോലെ സ്കൂളിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറെ നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആകെ ഒരു ടൈറ്റ് ആയിട്ടുള്ളതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുക്കർ അടിക്കണ്ട അവിടെ. അപ്പോൾ എനിക്കിഷ്ടമായതുകൊണ്ട് അതിന്റെ വേറൊരു കളർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇന്ന് വരുന്ന വിചാരിച്ചില്ല കേട്ടോ, ഞാൻ ടോപ്പാന്ന് വിചാരിച്ചത്. അപ്പൊ ഇതാണ് അടുത്തത്. അപ്പൊ ഇത് രണ്ടും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, പെയറായിട്ട് ഇടുമ്പോ ഇല്ലേ, നല്ല കോമ്പിനേഷൻ അല്ലേ കളറ്. അപ്പൊ നാളെ മറ്റന്നെങ്ങാൻ ഇട്ട് കൊടുക്കാം. യൂണിഫോം നാളെയോ മറ്റന്നോ റെഡി ആയിട്ട് കിട്ടും. എന്താ വെച്ചാല് എന്നെ അറിയണതാ തയ്ക്കാൻ കൊടുത്തവര്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് റെഡിയാക്കി തരും. നെക്സ്റ്റ് ഒരു പാൻറ് തന്നെയാണ് കേട്ടോ. ഇതൊരു അടിഭാഗം ഇതാ ഇങ്ങനെയാണ് കേട്ടോ. അടിഭാഗത്ത് കുറച്ചൊരു അങ്ങനെ ഒരു പിടുത്തം പോലെ ഉണ്ട്, ചെറിയൊരു ഇലാസ്റ്റിക് ഉണ്ട് ഈ ഭാഗത്ത്. പിന്നെ മുകളിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ പാൻറ്റിന്റെ പോലെ തന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇതാ. ഇത് കുറച്ചൊരു ലൂസായിട്ടുള്ള തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാല് തൊടഭാഗമൊക്കെ നമുക്ക് ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര പാടവൾക്കാണെങ്കിൽ തീരെ ഇഷ്ടമില്ല ടൈറ്റ് ആയിട്ട് നിൽക്കണതൊന്നും, ഒക്കെ ലൂസാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്കുള്ളതാ. പിന്നെ തുണി എന്ന് പറഞ്ഞാല് നമ്മുടെ ഇതിന്റെ മെറ്റീരിയല് എനിക്കിപ്പോ എന്തെന്നാന്ന് പറയാറില്ല. അതാ ഭയങ്കരമായിട്ട് നമ്മുടെ ഷിഫോൺ, പക്ഷെ ഷിഫോൺ അല്ല, നല്ല കട്ടിയുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ചൂടൊന്നും വരില്ല, എന്നാലും കുറച്ച് ചൂടുണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം. ഇതിന് ഒരു 1000 തോന്നുന്നുണ്ട്, 500 സംതിങ് അങ്ങോട്ട് ഉണ്ട് ഇതിന്. അതാ അപ്പൊ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ലിങ്ക് വെക്കാം കേട്ടോ, ലിങ്ക് തരാം. എന്താ വെച്ചാല് നല്ലതല്ലേ കുട്ടികൾക്ക്, നല്ല ടൈറ്റ് ഒന്നും ഇല്ല കേട്ടോ, ഭയങ്കര ലൂസായിട്ട് കിടക്കണത്, അങ്ങനെ പളവളാന്ന് കിടക്കണത്. അപ്പൊ ഇത് 3 എണ്ണമാണ് വന്നത്, 3 കൊറിയർ. ഇതിപ്പോ തന്നെ വന്നതാ. ഞാനപ്പോ ഇത് വാങ്ങി വെച്ചിട്ട് എഡിറ്റിങ് പരിപാടി കഴിഞ്ഞിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോ നമുക്ക് എന്തായാലും ഇനി അടുക്കളയിൽ പോവാം, ചിക്കൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യാം. അടുക്കളയിൽ ചെന്നപ്പോൾ ഞങ്ങൾ നേരം വൈകിയല്ലോ. അപ്പോൾ ചോറിന് അമ്മൂട്ടി ഉച്ചയാകുമ്പോഴേക്കും വരും. എന്നാലും അമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ. അപ്പോൾ അവൾ വരുമ്പോഴേക്കും ചിക്കൻ കറി റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ നമ്മുടെ കുക്കറിൽ മസാല ഒക്കെ ഇട്ടിട്ട് വേവിച്ചു ചിക്കൻ. അതിന് ശേഷം ഉള്ളിയൊക്കെ വഴറ്റാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടി. ഇങ്ങനത്തെ നമുക്ക് എളുപ്പപ്പണിക്ക് നമ്മൾ സാധാരണ നമ്മൾ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ പതുക്കേനെ വേവിക്കുക ചെയ്യാറ്, കുക്കറിൽ അധികം ഇടാറില്ല. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം കുക്കറിലിട്ട് പെട്ടെന്ന് വേവിച്ചു. അപ്പം ഞങ്ങൾ വരുമ്പോൾ പ്ലം വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടേ. അപ്പോൾ ഈ ഒരു സീസണാന്ന് തോന്നുന്നു പ്ലം പഴങ്ങളില്ലേ, നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അതാട്ടോ. അപ്പോൾ ഞാനത് കഴിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും അമ്മയും കൂടി വർത്താനൊക്കെ പറഞ്ഞ് അടുക്കളയിലത്തെ പണികൾ കഴിച്ചു. അപ്പോൾ ചിക്കൻ സബോള അങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വരുമ്പോൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് അതിൻ്റെ നുറുക്കലും കാര്യങ്ങളൊക്കെ അമ്മ വേഗം ചെയ്ത് വെച്ചിട്ടുണ്ട്, അരിഞ്ഞു വെക്കലൊക്കെ. ഞാൻ അമ്മയ്ക്കും കൂടി കൊടുത്തോട്ടോ ഒരു പ്ലം. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി മീൻസ് നമ്മുടെ വെന്തിട്ടുണ്ട്. അതായത് ഇതാ അവിടെ നമ്മൾ കുക്കറിൽ കുറച്ച് മസാലയും അതുപോലെ സാധനങ്ങളൊക്കെ ഇട്ട് വേവിച്ചു. അതുപോലെ നമ്മുടെ ഉള്ളിയും അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില സംഭവങ്ങളൊക്കെ കൂടെ വഴറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ ചേട്ടനും മോൾക്കും ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളത് കുറച്ച് വറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ അപ്പോൾ ചിക്കൻ മേടിക്കണം. ഇടയ്ക്കിടയ്ക്ക് മീനാണ് മേടിച്ചിരുന്നത്. അപ്പോൾ ദേ നമ്മുടെ വീട്ടിൽ അതായത് വെക്കണത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിച്ചിരുന്നു, അല്ലാതെ നമ്മളിങ്ങനെ വെക്കൽ അധികം ഉണ്ടായിട്ടില്ല. അങ്ങനെ അപ്പോൾ ദേ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പോയിട്ട് അമ്മൂട്ടീനെ കൊണ്ടുവന്ന വശം എല്ലാവരും കൂടി ചോറ് കഴിക്കായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു 2 മണിയൊക്കെ ആവാറായി. അപ്പോൾ നമ്മുടെ ചോറാട്ടോ കഴിക്കണേ. ചോറ് അതുപോലെ തന്നെ നമ്മുടെ പരിപ്പ് തോരൻ കാലത്ത് ഉണ്ടാക്കിയതാണ്. പരിപ്പ് നമ്മളിങ്ങനെ ഉടയാണ്ട് തോരൻ വെക്കില്ലേ അത്. പിന്നെ നമ്മുടെ ചിക്കൻ കറി ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ ഫുഡ്. പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. ഞാൻ ഒരു 1-2 കഷ്ണത്തെ കഴിച്ചു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അധികം കഴിക്കാറില്ല ചിക്കൻ ഫ്രൈ. ഇന്ന് അമ്മൂട്ടീനെ കൊണ്ടുവന്നാക്കലൊക്കെ കാരണം നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിന്റെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റിയില്ല.
അപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ചു, കുളിച്ചിട്ടില്ല കേട്ടോ. കുളിക്കല് കുറച്ച് കഴിഞ്ഞിട്ട് വേണം. കാരണം എന്താ വെച്ചാല് വരുമ്പോ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നല്ല വീഡിയോന്റെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എഡിറ്റിങ് കാര്യങ്ങളൊന്നും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അവിടെ അങ്ങനെ ഇരുന്നു, കുളിക്കാൻ പോയില്ല. നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ട് വേണം ആ കുളി നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ അങ്ങനെ നീക്കി വെച്ചത് കുളി. അപ്പൊ എന്തായാലും നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിലെ ഡേ 10 ആണ്. അപ്പൊ ഇന്ന് പറയുന്നത് എല്ലാവർക്കും, ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 10 ദിവസം നമ്മൾ എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 10ാമത്തെ ദിവസമാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എന്താ വെച്ചാല് നമ്മുടെ സ്കിന്നില് നല്ലൊരു ലൈറ്റനിങ്, അതേപോലെ ഫുൾ ബോഡി നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാത്ത് പൗഡർ ആണ്. ബാത്ത് പൗഡർ എന്ന് പറഞ്ഞാൽ ബാത്തിങ് പൗഡർ നമുക്ക് ജസ്റ്റ് ഒരു 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റണതും നല്ല എഫക്റ്റീവ് ആവുന്നതും നമ്മുടെ സ്കിന്നിലത്തെ ഡ്രൈനെസ് കുറച്ച് സ്കിന്നിൽ എന്തെങ്കിലും ബോഡിയിലൊക്കെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും നമ്മൾ ഉപയോഗിച്ച് വരുന്നതിലൂടെ നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി നമ്മുടെ പരിപാടിപ്പ് കാര്യങ്ങളൊക്കെ മാറി. അതുപോലെ എസ്പെഷ്യലി നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് അണ്ടർആംസ്, അതുപോലെ തന്നെ നമ്മുടെ തുടയെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉള്ള ഡാർക്ക്നെസ് കുറയ്ക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാത്ത് പൗഡർ ആണ്. അപ്പൊ ജസ്റ്റ് 3 ഇൻഗ്രീഡിയന്റ് ഉള്ളൂ. പിന്നെ ഇത് ഷെയർ ചെയ്യാനായിട്ട് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാല് നമ്മളൊരു പുതിയ കൂട്ടാണ് നമ്മളിന്ന് കാണാൻ പോണേ. ആരും ചെയ്തിട്ടുണ്ടാവില്ല, ആരും കണ്ടിട്ടുണ്ടാവില്ല ബാത്ത് പൗഡറിൽ ഇതുപോലൊരു കൂട്ട്. അപ്പൊ അങ്ങനത്തെയാണ് കേട്ടോ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഷെയർ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ 10ാമത്തെ ചലഞ്ചിലെ ഇന്നത്തെ വീഡിയോ ബാത്തിങ് പൗഡർ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയാലോ എങ്ങനെയാ റെഡിയാക്കാന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ബാത്ത് പൗഡർ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ 3 ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. മിക്കവരുടെ വീട്ടിലും ഉണ്ടാവുമെന്ന് തോന്നുന്നു കേട്ടോ. കാരണം സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കാം. എന്ന് വെച്ചാൽ വെള്ളവും തട്ടാണ്ട്. ആദ്യം നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഓട്സ് പൊടിക്കാത്തുള്ള ഓട്സ് അല്ലേ, അത് നമുക്ക് വേണം കേട്ടോ. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും മിക്കതും ഉണ്ടായിരിക്കും. ഒരു 2 സ്പൂണോളം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കടലമാവില്ലേ, പൗഡർ എടുക്കുക അതിന് പകരം. പിന്നെ നമുക്ക് വേണ്ടത് അടുത്തത് നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല, കസ്കസ് ആണ്. അതായത് നമ്മളിങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വീർത്തിട്ട് നമ്മളിങ്ങനെ ജ്യൂസും അതുപോലെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കില്ലേ, അതാണ് സംഭവം. അതും മിക്കവരുടെ വീട്ടിലുണ്ടാവും. കാരണം ഇപ്പോൾ എല്ലാ ഡ്രിങ്ക്സിലും ഈ സംഭവം ഇടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു 2.5 സ്പൂണ് എടുക്കുന്നുണ്ട് കേട്ടോ, 2.5 സ്പൂണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി വേണം. അപ്പോൾ ആദ്യം നമ്മൾ ഓട്സ് എടുത്ത്, ഓട്സ് ഇല്ലാത്തവർക്ക് ബീസൻ പൗഡർ, അതായത് കടലമാവ് പൗഡർ എടുക്കാം. പിന്നെ കസ്കസ്, അത് നിർബന്ധമാട്ടോ. കസ്കസ് അല്ലെങ്കിൽ ചിയാ സീഡ് എടുക്കാം, ചിലർക്ക് അതുണ്ടാവും കയ്യിൽ. പിന്നെ നമുക്ക് വേണ്ടത് ചുവന്ന പരിപ്പ്, മസൂർ ദാല്. അത് നമുക്ക് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് തിക്നെസ്, അതുപോലെ തന്നെ നല്ലൊരു ആ ഒരു സ്മൂത്തനിങ് ഒക്കെ കിട്ടാനായിട്ടും അതേപോലെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും മസൂർ ദാല് നല്ലതാണ്. അപ്പം ഞാനൊരു 4 സ്പൂണോളം ഒക്കെ എടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അതായത് ഓട്സ്, അതുപോലെ തന്നെ കസ്കസ്, മസൂർ ദാല്, 3 ഇൻഗ്രീഡിയൻറ്റ് മതി. ഇനിയിപ്പോൾ ഇതിൽ ഓട്സ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ബീസൻ പൗഡർ എടുക്കാം. അതേപോലെ കസ്കസ് നിർബന്ധമാണ്, അല്ലെങ്കിൽ ചിയാ സീഡ്. പിന്നെ ചുവന്ന പരിപ്പ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ചെറുപയർ പൊടി എടുക്കാം. അതായത് ചെറുപയർ പൊടി, അതുപോലെ കടലമാവ് പൊടി. ഇത് രണ്ടുമാണ് നമ്മുടെ ഇതിന് പകരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റണത്. നന്നായിട്ട് നമ്മൾ ഇതൊക്കെ കൂടി കൊണ്ടുപോയിട്ട് ചൂടാക്കൊന്നും വേണ്ട, ജസ്റ്റ് പൊടിച്ചാൽ മതി. നല്ല നൈസായിട്ട് നമുക്ക് പൊടിയാക്കി കിട്ടും. കുറച്ച് നേരം ഒന്ന് പരത്തി വെക്കാം, കാരണം ചെറിയൊരു ചൂടുണ്ടാവും ഇതിന്. നമ്മളിങ്ങനെ നല്ലോണം പൊടിച്ചതല്ലേ, നല്ല നൈസായിട്ട്. കാരണം ചുവന്ന പരിപ്പൊക്കെ നല്ല നൈസായിട്ട് പൊടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചെറുതല്ല വലിയ തരി പോലെ തോന്നും. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ചെപ്പിൽ നമ്മൾ ആക്കി വെക്കുക. അപ്പോൾ 2 സ്പൂൺ എടുത്താൽ തന്നെ ഏകദേശം ഇതുപോലൊരു ബോട്ടിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ, ഒരു 1/4 ഭാഗം ഉണ്ട്. അപ്പോൾ നമുക്കിത് റെഡിയാക്കുന്നത് നോക്കാം. റെഡിയാക്കാന്ന് പറഞ്ഞാൽ ഇത് വളരെ കുറച്ച് മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ കസ്കസ് ഇട്ടതുകൊണ്ട് ഇത് നമ്മുടെ ഭയങ്കരമായിട്ട് ഇത് തിക്കായിട്ട് കുറച്ചിങ്ങനെ കൂടുതലാവും. കുറച്ച് കൂടുതലെടുത്താൽ ഭയങ്കര ക്വാണ്ടിറ്റി കൂടും. അതുകൊണ്ട് വളരെ കുറച്ച് മതി. ഇതിലേക്ക് നമുക്ക് പാല്, തൈര്, അതുപോലെ നമ്മുടെ കയ്യിലേക്ക് നമുക്ക് എപ്പോഴും കിട്ടാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് എടുക്കാം. ഇപ്പം കണ്ടോ, നല്ല തിക്കായിട്ട് കുറേ ആയ മാതിരി ആയത്. പൗഡർ മിക്സ് ജസ്റ്റ് എന്റെ നെക്കിലൊന്ന് പരീക്ഷിച്ച് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാന്നുള്ളത്. എന്താ വെച്ചാല് മുഖത്ത് നമുക്ക് ഉപയോഗിക്കാം, കാരണം ഇത് ഭയങ്കര നൈസാണ്. അതുകൊണ്ട് നമുക്കിത് കുളിക്കുന്ന സമയത്ത് മുഖത്തും മേലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന. പിന്നെ എന്ന് പറഞ്ഞാല് മസൂർ ദാലിന്റെ പരിപ്പുണ്ടല്ലോ, ചുവന്ന പരിപ്പ്, അത് ഭയങ്കര നൈസായിരിക്കണം. മുഖത്ത് ഇടുന്നുണ്ടെങ്കിൽ തരി ഉണ്ടാവാൻ പാടില്ല. ഡെയിലി ഇങ്ങനെ സ്ക്രബിങ് വരുമല്ലോ. ബോഡിയിലാവുമ്പോൾ നമുക്ക് ചെറിയൊരു തരിതരിപ്പ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ആ ഒരു അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ്. കാരണം ഇത് നമ്മൾ വെള്ളത്തിലാണെങ്കിലും ഇപ്പൊ പാലിലോ പൊട്ടറ്റോ മിക്സിൽ എന്തിൽ വേണമെങ്കിലും മിക്സ് ചെയ്താലും സംഭവം ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവും, ഇങ്ങനെ കുതിർന്നിട്ട്. നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ഞാൻ ജസ്റ്റ് നെക്കിലൊന്ന് ഇട്ട് കാണിച്ചു തരാം.
ഇതിങ്ങനെ വെക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നമുക്ക് ആ ഒരു നല്ലൊരു ബ്രൈറ്റനിങ് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. നമ്മൾ വെറുതെ തേച്ച് കഴിക്കാൻ മതി. ഡെയിലി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ആ റിസൾട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഇതുപോലെ എസ്പെഷ്യലി നമുക്ക് ഡാർക്ക്നെസ് കൂടുതലുള്ള സ്ഥലങ്ങൾ, അതായത് നമുക്ക് കരിവാളിപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ വെച്ചും ഇരിക്കാം. ഫേസ് പാക്ക് മാതിരി ഉപയോഗിക്കാം, ബോഡി ബാത്ത് പൗഡർ മാതിരി ഉപയോഗിക്കാം കേട്ടോ. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പൗഡറാണ്. നമുക്ക് ബോഡിയിൽ ഫേസിൽ ഇനിയിപ്പോൾ ഫേസ് പാക്ക് മാതിരി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ നെക്കിലും മാത്രം, അത് അണ്ടർആംസിന്റെ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കുറച്ചു നേരം അപ്ലൈ ചെയ്ത് നിൽക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിൽ മഞ്ഞൾ കൂടെ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ മഞ്ഞൾ ആഡ് ചെയ്യാത്തത് എന്താ വെച്ചാല് എല്ലാവർക്കും സ്യൂട്ടബിൾ ആവണമെന്നില്ല മഞ്ഞൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കും പിന്നെ ബോഡിയിൽ കുഴപ്പമില്ല, എന്നാലും ഞാൻ ഇട്ടില്ല. കാരണം നമുക്ക് ഫേസ് പാക്ക് ഒക്കെ ആയിട്ട് ഇടണമെങ്കിൽ പിന്നെ മഞ്ഞൾ ഇട്ടത് കൊണ്ട് ഇടാൻ പറ്റാണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മുഖത്തേക്ക് തീരെ പറ്റില്ല മഞ്ഞൾ. അപ്പൊ അതാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാഞ്ഞത്. ഫേസ് പാക്ക് ആക്കാനും ഭയങ്കര നല്ലതാണ്. ഒരു ആന്റി ഏജിങ് പൗഡർ കൂടിയാണ്. നമ്മുടെ ഒരു ചുളിവുകളും അതേപോലെ സ്കിന്ന് ഭയങ്കര നമ്മൾ ഓട്സ് ചേർത്തത് കൊണ്ട് നമ്മുടെ ആ ഒരു സ്കിന്ന് ഡ്രൈനെസ് കുറയ്ക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് റിമൂവ് ചെയ്യുമ്പോൾ ആ ഒരു പെട്ടെന്ന് കാണുന്ന ഇൻസ്റ്റന്റ് ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് ആ ഒരു പെർമനന്റ് റിസൾട്ട് കിട്ടുള്ളൂ. നമ്മുടെ കഴുത്തിൽ കണ്ടോ ഏകദേശം കുറച്ച് നേരം ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. നമുക്കിത് റിമൂവ് ആക്കുമ്പോഴത്തെ ആ ഒരു റിസൾട്ട് കാണാം. അപ്പൊ നമ്മുടെ നെക്കില് നല്ലൊരു തിളക്കവും അതേപോലെ നമുക്ക് ആ ഒരു ഭയങ്കര മോയ്സ്ചറൈസിങ് ഫീലൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ചിലര് മോയ്സ്ചറൈസിങ് ക്രീം ഒന്നും ഉപയോഗിക്കാത്തവരുണ്ടാവും, നമ്മളിങ്ങനെ കുളി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ പോരുന്നവര്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര നല്ലതാണ് ഈ ഒരു ബാത്ത് പൗഡർ. കാരണം സ്കിന്നിന് നമുക്ക് നാച്ചുറലി മോയ്സ്ചറൈസിങ് കിട്ടും നമുക്ക് കേട്ടോ ഈ ഒരു ബാത്ത് പൗഡർ ഉപയോഗിക്കുന്നതിലൂടെ. പിന്നെ നമ്മൾ ഉപയോഗിച്ച് വരുന്നതിലൂടെ നമുക്ക് ആ ഒരു സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും ലൈറ്റനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഞാൻ കുളിച്ചിട്ടില്ല, ഞാൻ കുറച്ച് കണ്ട് കുളിക്കാം. ഭക്ഷണം കഴിച്ചിട്ട് ഞാനിപ്പോ നമ്മുടെ ഈ ബാത്ത് പൗഡർ റെഡിയാക്കാൻ വേണ്ടി നിന്നു. ഇനിയിപ്പോ കുളിക്കണം. കുളി കുറച്ച് കഴിഞ്ഞിട്ട് ആവാന്ന് വിചാരിച്ചു. ഉച്ചോട് ഒരു 4 മണിക്ക് ആകുമ്പോഴേ ചായ കുടി കഴിഞ്ഞിട്ട് കുളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് കാലത്തെ സ്കിൻ കെയർ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ സ്കിൻ കെയർ നമ്മൾ സാധാരണ ചെയ്യണ മാതിരി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ പോണ തിരക്കില്ലേ, മോളെ കൊണ്ട് പോണ തിരക്കിൽ അത് പിന്നെ എടുത്ത് വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പൊ വൈകുന്നേരത്തെ സ്കിൻ കെയറിങ് കാണിക്കാട്ടോ. ഓക്കെ, അങ്ങനെ പിന്നെ ഒരു 4 മണിക്ക് ആവുമ്പോ ചായ വെക്കട്ടെ, അതാണ് മെയിൻ പരിപാടി. ചായയുടെയൊക്കെ കഴിഞ്ഞ് കുളിച്ച് നമ്മളിതേ നമ്മുടെ സ്കിൻ കെയർ ചെയ്യാൻ പോകും. അപ്പം ഞാൻ രാവിലെ പോയപ്പോൾ നമ്മുടെ ചെറുതായിട്ട് കോമ്പാക്റ്റ് ഇട്ടായിരുന്നു അമ്മൂട്ടിയുടെ സ്കൂളിൽ പോയപ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിന്ന് നമ്മുടെ മിസലർ വാട്ടർ ഉപയോഗിച്ചിട്ട് ആദ്യം നമ്മുടെ ഫേസിൽ ആ ഒരു അഴുക്കും അതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ആക്കിയതിന് ശേഷം നമ്മുടെ നിലാസ് ഹെർബ്സിൻ്റെ നമ്മുടെ ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മിൽക്ക് കുക്കുംബർ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് നമ്മുടെ അത് വെറുതെ കഴുകി കളഞ്ഞിട്ട് നമ്മുടെ ബാക്കി ടോണർ മോയ്സ്ചറൈസറൊക്കെ ചെയ്യുന്ന ഒരു സിറത്തിൻ്റെ വീഡിയോ കൂടി വരുന്നുണ്ട്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റണത്. അതെന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ സ്കിൻ കെയർ അത്യാവശ്യം ഞാൻ ചെയ്തു. പിന്നെ എപ്പോഴും കാണിക്കുന്നതല്ല, അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓരോ സ്റ്റെപ്പ് വീണ്ടും കാണിക്കാത്തത്. അപ്പോൾ ഇതേ നമുക്കിന്ന് വൈകുന്നേരം ദോശയാണ് കേട്ടോ. ദോശയും അതുപോലെ തന്നെ സാമ്പാറുമാണ്. അപ്പോൾ ഇന്ന് ദോശ കഴിക്കാനൊരു പൂതി തോന്നി, അപ്പോൾ അതുകൊണ്ട് ദോശയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ സ്കിൻ കെയർ ചലഞ്ചിലത്തെ കാര്യം ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ എടുക്കണേ മുമ്പ് നമ്മുടെ ജ്യൂസ് അതുപോലെ തന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്നിട്ട് വെച്ചാൽ ക്യാരറ്റ് അതുപോലെ തന്നെ ഓറഞ്ച് മുന്തിരി ഉണ്ട്, പിന്നെ കുക്കുംബർ ഉണ്ട്. ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ജ്യൂസാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.